ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ആശിഷ് നേഗി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കുന്നതിൽ നിന്നും ലുലു ഗ്രൂപ്പ് ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. മറ്റൊരു ഗ്രൂപ്പുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പോസിറ്റീവായ രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം നല്ലപടി നടന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഉടമസ്ഥരായിക്കൊണ്ട് ആ ഗ്രൂപ്പ് വരും. മാത്രമല്ല മാഗ്നം സ്പോർട്സ് പൂർണ്ണമായും അഥവാ 100% ഓഹരികളും ആ ഗ്രൂപ്പിന് വിൽക്കും എന്നൊക്കെയായിരുന്നു ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അത് IBS ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്ന ടീമാണ് IBS ഗ്രൂപ്പ്. നമുക്കറിയാം കാലിക്കറ്റ് FCയുടെ ഉടമസ്ഥർ അവരാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സായൻ മുഖർജി ഇന്ന് നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത് അത് വിദേശത്തുള്ള ഒരു ഗ്രൂപ്പാണ് എന്നാണ് ഇപ്പോൾ സായൻ മുഖർജി പറഞ്ഞിട്ടുള്ളത്. വിദേശത്തുള്ള ഗ്രൂപ്പുമായി വളരെ പോസിറ്റീവായി കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് സായൻ മുഖർജി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ആ ഗ്രൂപ്പിന്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇത് ഒരൽപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സുമായി പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ ചർച്ചകൾ നല്ല രൂപത്തിൽ പുരോഗതി പ്രാപിക്കുന്നുണ്ട്. പക്ഷെ അത് IBS ഗ്രൂപ്പാണോ അതല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു ഗ്രൂപ്പാണോ എന്ന കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ട്. സായൻ മുഖർജി പറഞ്ഞത് വിദേശത്തുള്ള ഒരു ഗ്രൂപ്പുമായിട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകൾ പോസിറ്റീവായ രൂപത്തിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഏത് ഗ്രൂപ്പ് വന്നാലും വേണ്ടില്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് പുരോഗതി ഉണ്ടാക്കുന്ന ഒരു ടീമായിരിക്കണം എന്ന് മാത്രമാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവരണം. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാത്ത ഒരു ട്രോഫി അത് നേടിക്കൊടുക്കാൻ വേണ്ടി പുതിയ ഉടമസ്ഥർ പരമാവധി ശ്രമിക്കണം. ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹങ്ങൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.